അന്ന് വീട്ടിൽ അമ്മയില്ലായിരുന്നു. എടാ, നീ അവിടെ ഇരിക്ക്, ഞാൻ കുളിച്ചേച്ച് പെട്ടെന്ന് വരാട്ടോ. സിത്താര ചേച്ചി വട്ടത്തിൽ വിയർത്ത കക്ഷം കാണിച്ചുകൊണ്ട് മുടി ഉച്ചയിൽ കെട്ടിവെച്ചു. കടും പച്ച നിറത്തിലുള്ള ചുരിദാറാണ് വേഷം. ചേച്ചി ആകെ വിയർത്ത് ക്ഷീണിച്ച് അവശയായിട്ടുണ്ട്. അമ്മ അത്യാവശ്യമായി കുഞ്ഞമ്മയുടെ വീട് വരെ പോയതിനാൽ അന്നത്തെ ജോലിഭാരം മുഴുവൻ ചേച്ചിക്കായിരുന്നു. ഉണ്ണി അവിടെ പിന്നാമ്പുറത്തിരുന്നു. ചേച്ചി തോർത്തുമെടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് നടക്കവേ അവനോട് പറഞ്ഞു, എടാ, നീ ചുമ്മാ ഇരിക്കുവല്ലേ, നീ 2 വായില പൊട്ടിച്ചോണ്ട് വാ, ഉച്ചയ്ക്കത്തെ ചോറ് അതിലാവാം, ഇനിയും പാത്രങ്ങളൊന്നും കഴുകി വെക്കണ്ടല്ലോ. ശരി ചേച്ചി എന്നും പറഞ്ഞ് ഉണ്ണി വേഗം മുറ്റത്തുള്ള വായകൾ നോക്കി. ഉണ്ണി പൊക്കം ഇച്ചിരി കുറവായതുകൊണ്ട് അവന് കയ്യെത്താൻ പാകത്തിലുള്ള ഇലയൊന്നും കിട്ടിയില്ല. എങ്ങനെയാണെങ്കിലും വായില പൊട്ടിച്ചേ പറ്റൂ, തനിക്ക് തൻ്റെ സുന്ദരി ചേച്ചിയെ സന്തോഷിപ്പിച്ചേ പറ്റൂ, അവൻ മനസ്സിലോർത്തു. അവിടെ സൈഡിൽ കല്ലുകൊണ്ട് വേലി കെട്ടിയിട്ടുണ്ട്. അവൻ അതിൻ്റെ മുകളിൽ കയറി കൈ നീട്ടി 2 വായില പൊട്ടിച്ചു. അതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് കുറച്ചകലെ നിന്നും മനു പാട്ടും പാടി നടന്നു പോകുന്നത് കണ്ടത്. മനു സിത്താര ചേച്ചിയെ വാങ്ങി നോക്കുന്ന കാര്യം പറഞ്ഞ് മനുവും ഉണ്ണിയും ഒരിക്കൽ ഉടക്കിയിരുന്നു. ഉണ്ണിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഒരിക്കൽ ഉണ്ണിയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു, എടാ, നിൻ്റെ ചേച്ചി ചരക്കായത് കൊണ്ടാ ഇവൻ ഇങ്ങനെ പിന്നാലെ നടക്കുന്നേ. ഇവൻ മാത്രമല്ല, പലരും അവളുടെ പിന്നാലെ നടക്കും. അപ്പോൾ നീ ഇതും നോക്കി നിന്നാൽ പിന്നെ നിനക്ക് നിൻ്റെ ചേച്ചിയെ നോക്കുന്നവരുമായി തല്ലുകൂടാനേ നേരമുണ്ടാവുള്ളൂ. കൂട്ടുകാരൻ പറഞ്ഞ ആ കാര്യം അവൻ ഓർത്തപ്പോൾ ഒന്നടങ്ങി. പിന്നെ അവൻ വായിലയും കൊണ്ട് വീടിനകത്തേക്ക് കയറി. അപ്പോഴേക്കും ചേച്ചി കുളിമുറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഉണ്ണി അവിടെ ഉണ്ടായിരുന്ന മാസികയെടുത്ത് വീടിൻ്റെ പിന്നാമ്പുറത്തിരുന്ന് വായിക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു ചേച്ചിയുടെ വിളി, എടാ ഉണ്ണി, ഒന്നിങ്ങ് വന്നേ. എന്താ ചേച്ചി? എടാ, സോപ്പ് തീർന്നേക്കുവാ, ഹാളിലെ ഷെൽഫിലുണ്ട്, നീ ഒന്ന് എടുത്ത് തരാവോ? ആ ചേച്ചി, അതിനെന്താ, ഞാൻ എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് അവൻ ഹാളിലേക്ക് നടന്നു. അവൻ ഷെൽഫിൽ വെച്ചിരുന്ന പിയേഴ്സ് സോപ്പ് എടുത്ത് നോക്കി. അത് കയ്യിലെടുത്ത് മണത്തു. ഹോ, നല്ല അസൽ മണം. ചേച്ചി അപ്പോൾ ഈ സോപ്പാണല്ലേ ഉപയോഗിക്കുന്നേ? വെറുതെയല്ല, നല്ല സുഗന്ധം, അവൻ മനസ്സിലോർത്തു. അവൻ കുളിമുറി ലക്ഷ്യമാക്കി നടന്നു. ചേച്ചി, ഇതാ സോപ്പ്. എവിടെ? സിത്താര കുളിമുറിയുടെ വാതിൽ പതിയെ തുറന്ന് കൈ വെളിയിൽ നീട്ടി. സിത്താരയുടെ കയ്യിൽ അവൻ സോപ്പ് വെച്ച് കൊടുക്കാൻ പോകവേ പെട്ടെന്ന് അവൾ ഉണ്ണിയുടെ കയ്യിൽ പിടുത്തമിട്ടു. അവൻ ഞെട്ടിവിറച്ചു പോയി. എന്താ ചേച്ചി, എന്തു പറ്റി? ഷോ, എടാ, അത് ഞാൻ വഴുതി വീഴാൻ പോയതാടാ. ഭാഗ്യം നിൻ്റെ കയ്യിൽ പിടുത്തം കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പോൾ വീണേനെ. ആണോ ചേച്ചി? ഇതാ സോപ്പ്. ശരിയടാ. അവൾ സോപ്പും വാങ്ങി വാതിലടച്ചു. ഉണ്ണി വീണ്ടും മാസികയും എടുത്ത് വീടിൻ്റെ പിന്നാമ്പുറത്ത് ചെന്നിരുന്നു. അവൻ പേജുകൾ ഓരോന്നായി മറിച്ച് നോക്കി. ഷോ, ഈ നോവലുകളിലൊക്കെ സുന്ദരിമാരെ എത്ര ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത്, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നല്ലോ ദൈവമേ, അവൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ പേജുകൾ മറച്ചു നോക്കുമ്പോഴാണ് പെട്ടെന്ന് പാദസരത്തിൻ്റെ ശബ്ദം കേട്ടത്. അവൻ തിരിഞ്ഞു നോക്കി. സിത്താര ചേച്ചി കുളിച്ച് സുന്ദരിയായി നീല നിറത്തിലുള്ള ചുരിദാറുമണിഞ്ഞ് തോർത്ത് തലയിലും കെട്ടിവെച്ചോണ്ട് നടന്നു വരുന്നു. ഹോ ദൈവമേ, ഇതാരാ? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മാലാഖയോ? അവൻ അത് പറഞ്ഞത് കേട്ട് സിത്താര അവനെ പുച്ഛഭാവത്തിൽ നോക്കി. മാലാഖയല്ലടാ, മറുത, ഒന്ന് പോടാ, കളിയാക്കാതെ, സിത്താര പറഞ്ഞു. അല്ലെങ്കിലും അവൾക്ക് തന്നെ ആരും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അവൾ വിചാരിക്കുന്നത് അവളെ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല എന്നാണ്. ആനയ്ക്കറിയില്ലല്ലോ ആനയുടെ ശക്തി എന്ന് പറയും പോലെ അവൾ അങ്ങനെയാണ്. അവളുടെ സ്വഭാവം അതാണ്. ജാടയില്ലാത്ത, അഹങ്കാരം ഒട്ടുമില്ലാത്ത ഒരു നാടൻ സുന്ദരി പെണ്ണ്. പെട്ടെന്ന് ഉണ്ണി മാസികയിലെ ഒരു ചിത്രം കാണിച്ചിട്ട് പറഞ്ഞു, ദേ നോക്കിക്കേ ചേച്ചി, ചേച്ചിയെപ്പോലെ തന്നെയുണ്ട്. എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ മാസിക വാങ്ങി നോക്കി. അവൾ അതിലെ സുന്ദരിയെ കണ്ടു. ഏയ്, അത്രയ്ക്കൊന്നുമില്ലടാ. ഉണ്ട് ചേച്ചി, ഉണ്ട്, നോക്ക് ശരിക്കും. ഉവ്വ, അതൊക്കെ പോട്ടെ, നീ വായില പൊട്ടിച്ചോടാ. പൊട്ടിച്ചോ ചേച്ചി, ദേ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ചോറ് കഴിച്ചാലോ? വിശക്കുന്നു. എനിക്കും വിശക്കുന്നുണ്ട് ചേച്ചി.
ഹാ, എന്നാ നീ ഇരിക്ക്, ഞാൻ വിളമ്പാം. അത് വേണ്ട ചേച്ചി, ഇന്ന് ചേച്ചി ഇരിക്ക്, ഞാൻ വിളമ്പിക്കോളാം. ഉം, അതെന്താടാ അങ്ങനെ? ഉം, അതങ്ങനെയാ ചേച്ചി. അമ്മ വരുന്നത് വരെ ഇനി ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം. ചേച്ചി പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യാം. ഇതെൻ്റെ വാക്കാ. ഉവ്വ, നിനക്കറിയാലോ അമ്മ ഇന്ന് വൈകിട്ട് തന്നെ എത്തുമെന്ന്. അതുമാത്രമല്ല, ഇനി പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല. ഓരോ ഉടായിപ്പും പറഞ്ഞുകൊണ്ട് വന്നോളും. ഒന്ന് പോടാ, ഞാനിപ്പോൾ വരാട്ടോ. അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് നടന്നു. ഉണ്ണി അവിടെ ചമ്മിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാനായി ഉണ്ണി തന്നെ സിത്താര ചേച്ചിക്ക് ചോറും കറികളും വിളമ്പിക്കൊടുത്തു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ ടി വി കാണാനിരുന്നു. ഒരു പഴയ ഹിന്ദി സിനിമയായിരുന്നു സിത്താര വെച്ചത്. ചേച്ചി ഒരു പഴഞ്ചൻ തന്നെയാണല്ലോ. എടാ, ഇത് നല്ല സിനിമയാടാ, നീ കണ്ടില്ലല്ലോ, ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ. അങ്ങനെ കുറച്ചു നേരം കണ്ടപ്പോഴേക്കും അവനും ആ സിനിമയിൽ മുഴുകിയിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഉണ്ണിയുടെ ഒരു കൂട്ടുകാരൻ വന്നത്. ഡാ ഉണ്ണി. ഹാ, നീയോ? എന്താടാ? ഉണ്ണി ഉമ്മറത്തേക്ക് നടന്നു. ഡാ, നീ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നില്ലേ? ഇപ്പോഴോ? ആ അതെ, വെയിലൊന്നുമില്ലല്ലോ, മഴക്കാറല്ലേ, അപ്പോൾ നല്ല രസമായിരിക്കും. നീ വരുന്നുണ്ടോ? എടാ, വീട്ടിൽ ചേച്ചി മാത്രമേ ഉള്ളൂ. അമ്മ കുഞ്ഞമ്മയുടെ വീട് വരെ പോയിരിക്കുക. അതിനെന്താ, ചേച്ചി അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുവല്ലേ. നീ വരുന്നുണ്ടോ? ഇല്ല, അവൻ വരുന്നില്ല. പെട്ടെന്നാണ് സിത്താര അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. അവൾ പറഞ്ഞു, നിങ്ങളൊക്കെ കൂടി ക്രിക്കറ്റ് കളിച്ച് ആ പാവം ശാരദ ആൻറ്റിയുടെ ജനാലച്ചില്ല പൊട്ടിച്ചില്ലേ? എന്നിട്ട് അത് ശരിയാക്കി കൊടുത്തോ? ഇല്ലല്ലോ. ഇനി അതൊക്കെ ശരിയാക്കി കൊടുത്തിട്ടേ ഇവൻ വരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടി ഇവനെ കുറ്റക്കാരനാക്കും. ഞാൻ എല്ലാം അറിഞ്ഞു കേട്ടല്ലോ. സിത്താര അത്രയും പറഞ്ഞതും അവൻ ഒരു ചമ്മലോടെ തല ചൊറിഞ്ഞു. ചേച്ചി കൂട്ടുകാരനായിട്ട് പൊരിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണി ഒന്നും അറിയാത്തതുപോലെ നോക്കി നിന്നു. എടാ, എന്നാ ഞാൻ പോകുവാട്ടോ. കൂട്ടുകാരൻ അതും പറഞ്ഞിട്ട് പോയി. ചേച്ചി ചേച്ചി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? പറഞ്ഞതൊക്കെ സത്യമാണോ? ആ അതേടാ, ഞാൻ രാവിലെ വെള്ളമെടുക്കാൻ പോയപ്പോൾ അവിടെ നിൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് മാറി കൂട്ടം കൂടി നിന്ന് ഇതായിരുന്നു ചർച്ച. അവർ പറയുക, നമുക്ക് ഈ കുറ്റം ഉണ്ണിയുടെ തലയിൽ വെക്കാമെന്ന്. എന്നിട്ട് അവനെക്കൊണ്ട് തന്നെ ആ ജനാലച്ചില്ല പൊട്ടിച്ചതിൻ്റെ കാശ് കൊടുപ്പിക്കാമെന്നും അവനെ കുറച്ച് ദിവസത്തേക്ക് ടീം ക്യാപ്റ്റനാക്കാമെന്നും പറഞ്ഞു. മാത്രമല്ല, അവൻ ക്രിക്കറ്റ് ഭ്രാന്തനായതുകൊണ്ട് എല്ലാം വിശ്വസിച്ച് അനുസരിച്ചോളും എന്നൊക്കെ അവന്മാർ പറയുന്നത് കേട്ടു. ആണോ ചേച്ചി? അതിന് ഞാനല്ല ജനാലച്ചില്ല പൊട്ടിച്ചത്. ഞാൻ ബോൾ എറിഞ്ഞെന്നേയുള്ളൂ. ബാറ്റ് വീശി അടിച്ചത് ആ അനന്തുവാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നേ. നീ അങ്ങനെ ബോൾ ചെയ്തത് കൊണ്ടാ അനന്തു അങ്ങനെ ബാറ്റ് വീശി അടിച്ചതെന്നും അതുകൊണ്ട് കുറ്റക്കാരൻ നീയാണെന്നും ചില്ല പൊട്ടിച്ചതിൻ്റെ മുഴുവൻ കാശും നീ തന്നെ കൊടുക്കണമെന്നും ബാക്കി ആരുടെ കയ്യിലും കാശില്ല എന്നുമൊക്കെ അവർ വരുത്തി തീർക്കും. അപ്പോൾ കുടുങ്ങുന്നത് നീ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. ആണോ ചേച്ചി? ഷോ, എന്നാലും ചേച്ചി ഇതൊക്കെ എത്ര പെട്ടെന്നാണ് കണ്ടുപിടിച്ചത്. ചേച്ചി ആളൊരു പുലി തന്നെ. അതും പറഞ്ഞ് അവൻ സിത്താരയുടെ കവിളിൽ നുള്ളി. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അവൾ ടി വിയും കണ്ടുകൊണ്ടിരുന്നു. ഷോ, എന്നാലും ഈ ചേച്ചിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? പാവം ചേച്ചി, പൊട്ടി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ എൻ്റെ ചേച്ചി. അവന് ചേച്ചിയോടുള്ള സ്നേഹം കൂടി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ കോൾ വന്നത്. സിത്താര ഫോൺ എടുത്തു. ഹലോ അമ്മേ. ഹാ മക്കളെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ഹാ കഴിച്ചു അമ്മേ. പിന്നെ മോളെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാട്ടോ. എന്താ അമ്മേ? അത് മോളെ, എനിക്കിന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ അമ്മാവൻ കാറും കൊണ്ട് ദൂരെ പോയിരിക്കുവാണത്രേ. തിരികെ വരാൻ ഇനി നാളെ പുലർച്ചെ ആവുമെന്ന്. അപ്പോൾ എനിക്ക് നാളെ രാവിലെ അങ്ങോട്ടേക്ക് വരാൻ പറ്റും. പിന്നെ അറിയാലോ മോളെ, ഇവിടെ ബസ് സമരമായതുകൊണ്ട് ബസ്സുമില്ല. പിന്നെ ഓട്ടോറിക്ഷയാണെങ്കിൽ കിട്ടാനുമില്ല. ഏയ്, ഓട്ടോയിലൊന്നും വരണ്ട അമ്മേ, കാശ് കുറേ പോകും. അമ്മ നാളെ അമ്മാവൻ്റെ കാറിൽ വന്നാൽ മതി. ശരി മോളെ. ഉണ്ണി എന്തെടുക്കുക? അവനിവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മക്കൾ അവിടെ അടിപിടി കൂടാതെ നല്ല കുട്ടികളായിരിക്കണം കേട്ടോ. അതൊക്കെ ഞങ്ങളേറ്റു അമ്മേ. അപ്പോൾ ശരി മോളെ. എന്തോ പന്തികേട് തോന്നി വായും പൊളിച്ചിരിക്കുവായിരുന്ന ഉണ്ണിയോട് സിത്താര പറഞ്ഞു, എടാ,
അമ്മ ഇന്ന് വരുന്നില്ലെന്ന്, നാളെ രാവിലെ വരൂ എന്ന്. ഏ, സത്യമാണോ ചേച്ചി? അതേടാ. എന്നാ ശരി ചേച്ചി, ഞാനൊന്ന് മുറിയിലേക്ക് പോകുക എന്നും പറഞ്ഞ് അവൻ എണീറ്റ് പോകവേ, അമ്പട കള്ള, അവിടെ നിൽക്കട എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. എടാ, നീ നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ. എന്ത് വാക്ക്? അവൻ നിന്ന് പരുങ്ങി. എടാ മോനെ, നീ പറഞ്ഞില്ലേ ഇന്ന് എല്ലാ ജോലിയും, അതായത് അമ്മ വരുന്നത് വരെ ഇവിടെയുള്ള എല്ലാ ജോലികളും, പിന്നെ ഞാൻ പറയുന്ന എന്തും നീ ചെയ്യുമെന്ന്. ഷോ, പെട്ടു. അതേടാ കുട്ടാ, നീ പെട്ടു. അപ്പോൾ മോൻ അവിടെ ഇരിക്ക്. ശരി ചേച്ചി, പറ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ തൽക്കാലം നീ എനിക്ക് ഹെഡ് മസാജ് ചെയ്തു താ. എന്നിട്ട് പിന്നീട് രാത്രിയിലേക്കുള്ള ഭക്ഷണവും നീ തന്നെ ഉണ്ടാക്കണം. ഹോ എൻ്റെ ദൈവമേ. അങ്ങനെ സിത്താര കസേരയിലിരുന്നു. ഉണ്ണി അവൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഹെഡ് മസാജ് ചെയ്യാൻ തുടങ്ങി. നീ കൊള്ളാലോടാ മോനെ. വെരി ഗുഡ്, അവൾ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞതും അവൾ ഉറക്കം തൂങ്ങുന്നത് കണ്ടു. ആഹാ, അപ്പോൾ ഞാൻ ഹെഡ് മസാജ് ചെയ്യാനും പഠിച്ചല്ലോ, അവൻ മനസ്സിൽ ചിന്തിച്ചു. പിന്നെ അവൾ നല്ല ഉറക്കമായി. ഉണ്ണി മെല്ലെ അവിടെ നിന്ന് മാറി തറയിലിരുന്ന് TV കാണാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റു. എടാ, ചേച്ചി എണീറ്റോ? എന്തായാലും നിൻ്റെ മസാജ് കൊള്ളാട്ടോ. പിന്നെ നീ പോയി ഒരു കാപ്പി ഇട്ടോണ്ട് വാ. കാപ്പിയോ? അതെ, എന്താ കേട്ടിട്ടില്ലേ കാപ്പിയെന്ന്? പോയി ഉണ്ടാക്കിയിട്ട് വാടാ. ശരി ചേച്ചി. ചേച്ചി ആദ്യം പഞ്ചസാരയാണോ കാപ്പിപ്പൊടിയാണോ ഇടേണ്ടത്? ഉണ്ണി അടുക്കളയിൽ നിന്നും വിളിച്ച് ചോദിച്ചു. എടാ, ആദ്യം പാല് തിളപ്പിക്കടാ. ശരി ചേച്ചി. അങ്ങനെ കാപ്പി ഉണ്ടാക്കി ഉണ്ണി ചേച്ചിക്ക് കൊടുത്തു. അന്നേ വരെ കാപ്പി ഉണ്ടാക്കാത്ത ഉണ്ണി അന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും കാപ്പി അവൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുണ്ട് നിൻ്റെ കാപ്പി. നിൻ്റെ കൈപുണ്യം കൊള്ളാലോടാ മോനെ. സിത്താര അവൻ്റെ തോളിൽ തട്ടി പ്രശംസിച്ചു. ചേച്ചി, ഇത് കൈപുണ്യമൊന്നുമല്ല, എന്തോ ഭാഗ്യത്തിന് കാപ്പി നന്നായി, അത്രയുള്ളൂ. അതൊന്നുമല്ല, നിൻ്റെ കയ്യിൽ എന്തോ മാജിക് ഉണ്ടടാ. നീ നന്നായി ഹെഡ് മസാജ് ചെയ്യുന്നു, നന്നായി കാപ്പി ഉണ്ടാക്കുന്നു. ഇന്ന് രാത്രിയിലെ ഫുഡ് നീ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. ഞാനോ? ഒറ്റയ്ക്കോ? എനിക്ക് ദോശയും കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ചേച്ചി. ഓ, അതിനെന്താടാ, ചേച്ചിയില്ലേ കുട്ടാ, ചേച്ചി നിനക്കെല്ലാം പറഞ്ഞു തരാട്ടോ. ഹോ എൻ്റെ ദൈവമേ, ഇത് വല്ലാത്ത പണിയായി പോയല്ലോ, അവൻ മനസ്സിൽ പറഞ്ഞു.